ഒന്നാം പ്രമാണം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന കൽപ്പന ഇന്നും പ്രസക്തമാണ്. പഴയ കാലത്തെ വിഗ്രഹങ്ങളല്ല ഇന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, മറിച്ച് കൂടുതൽ വശ്യമായ രൂപങ്ങളിലാണ് അവ പ്രത്യക്ഷപ്പെടുന്നത്. വസ്തുവകകളിലും പണത്തിലും സുരക്ഷിതത്വം കണ്ടെത്താനുള്ള ശ്രമം, സോഷ്യൽ മീഡിയയിലെ പ്രസക്തിക്കും അംഗീകാരത്തിനുമായി നാം ചിലവഴിക്കുന്ന സമയം, എൻ്റെ ഇഷ്ടം മാത്രം നടക്കണം എന്ന ചിന്ത നമ്മെ സ്വന്തം ജീവിതത്തിലെ ദൈവങ്ങളാക്കി മാറ്റുന്നു. ഈശോയുടെ കുരിശ് പരാജയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് വിനയത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വിജയമാണ്. സർവശക്തനായ ദൈവം മനുഷ്യനായി വന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചത് നമ്മുടെ അഹന്തയെ ഇല്ലാതാക്കാനാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ കുരിശിലെ ഈശോയുടെ രൂപം നമ്മുടെ മുൻഗണനകളെ പുനഃക്രമീകരിക്കാൻ സഹായിക്കുന്നു. ക്ഷമിക്കാനും സ്നേഹിക്കാനും കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു. സങ്കടങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലുകളും വെറുതെയാകുന്നില്ല, മറിച്ച് അവ നമ്മുടെ ആത്മീയ ശുദ്ധീകരണത്തിനുള്ള വഴികളായി മാറുന്നു. കുരിശിന് പിന്നാലെ ഒരു ഉയർപ്പുണ്ടെന്ന സത്യം ഏതൊരു കഷ്ടപ്പാടിനും അപ്പുറം ഒരു ദൈവിക പദ്ധതിയുമുണ്ടെന്ന് പ്രത്യാശ നമുക്ക് നൽകുന്നു. എല്ലാറ്റിനും ഉപരിയായി കൽപ്പന ഏതാണെന്ന ചോദ്യത്തിന് ഈശോ നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ നോമ്പുകാലം നമുക്ക് കാണപ്പെടുന്ന സഹോദരനെ സഹായിച്ചും സ്നേഹിച്ചും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായി പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.